നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് 2024 പൂരാട നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ്. ധനുക്കൂറിലായി കാണപ്പെടുന്ന മനുഷ്യഗണത്തിൽപ്പെട്ട പൂരാട നക്ഷത്രത്തിൻ്റെ ദേവത ജലവും, ഭൂതം വായുവും, മൃഗം വാനരനും, വൃക്ഷം വന്യയും, പക്ഷി കോഴിയുമാണ്. തെളിഞ്ഞ ബുദ്ധിയുള്ള പൂരാട നാളുകാർക്ക് ബന്ധുഗുണവും സന്താന ഗുണവും ഉണ്ടാകും. ഇവരുടെ തീരുമാനങ്ങൾ പലപ്പോഴും തിടുക്കപ്പെട്ടുള്ളതാകിയാൽ വിപരീത ഫലങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ ഇക്കൂട്ടർ ശരിതെറ്റുകൾ കാര്യമാക്കാറില്ല. ഏത് കാര്യവും സംസാരിച്ച് നേടുക എന്നത് ഇവരുടെ ഒരു പ്രത്യേക കഴിവാണ്. സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന പൂരാട നാളുകാരോട് മറ്റുള്ളവർക്ക് ഒരു പ്രത്യേക പ്രതിപത്തി ഉണ്ടാവും. മറ്റുള്ളവരുടെ ഉപദേശവും നിർദ്ദേശവും സ്വീകരിക്കാത്ത ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവിൽ അങ്ങേയറ്റം വിശ്വാസമുണ്ടായിരിക്കും. ഉദാരമതികളായ പൂരാട നാളുകാർ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. ഈ നാളുകാരായ സ്ത്രീകൾ ആഡംബരപ്രിയരും പണം തൂർത്തടിക്കുന്നതിൽ താല്പര്യം കൂടിയവരുമാണ്. ഇനി 2024 പൂരാട നാളുകാരുടെ ഫലങ്ങൾ നോക്കാം. 2024 മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റവും ശനിയുടെ 3-ാം ഭാവത്തിലെ സ്ഥിതിയും ഇവരുടെ സർവ്വവിധമായ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നതാണ്. വ്യാഴം മെയ് വരെ 5-ാം ഭാവത്തിൽ തുടരുന്നത് പല വിധത്തിലുമുള്ള ഗുണങ്ങളും പ്രദാനം ചെയ്യും. ഈ കാലയളവിൽ കർമ്മരംഗത്ത് ഒട്ടനവധി പുരോഗതി ഉണ്ടാകുന്നതാണ്. വരുമാനത്തിൽ വർധനമുണ്ടാകും. ദീർഘകാലമായി ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ജോലിയിൽ പ്രമോഷനും സ്ഥലമാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. ധനാഗമ മാർഗങ്ങൾ കൂടും. സന്താന ഗുണമുണ്ടാകും. പിതാവിനോ പിതൃസ്ഥാനത്തുള്ളവർക്കോ രോഗങ്ങൾ വന്നു ചേരുന്നതാണ്. പലപ്പോഴും കുടുംബത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. കച്ചവടക്കാർക്ക് പുരോഗതി ഉണ്ടാകുമെങ്കിലും പലപ്പോഴും പ്രതിസന്ധികളും നഷ്ടങ്ങളും ഉണ്ടായേക്കാം. പലപ്പോഴും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലും ഏർപ്പെടേണ്ടതായി വരുന്നതാണ്. മറ്റുള്ളവരുടെ അനാവശ്യമായ ഇടപെടലുകളിലൂടെ തങ്ങൾക്ക് കിട്ടേണ്ടതായ അവസരങ്ങൾ നഷ്ടപ്പെടേണ്ട സാഹചര്യമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും പഠനകാര്യങ്ങളിൽ അലസതയും അശ്രദ്ധയും വർദ്ധിച്ചു വരുന്നതാണ്. മത്സര പരീക്ഷകളിലും മറ്റും പരാജയം സംഭവിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് പലവിധത്തിലുമുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരും. പലപ്പോഴും ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അപവാദങ്ങൾ കേൾക്കാനിട വരുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിലും കേസുകളിലും വിജയം നേടാൻ സാധിക്കും. ഭാര്യ വഴി സ്വത്ത് കൈവശം വന്നു ചേരുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ലോണുകൾ അനുവദിച്ച് കിട്ടുന്നതിലൂടെ വാഹനം, ഗൃഹം എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും. പുതിയ പുതിയ ആശയങ്ങളിലൂടെ ഏറ്റെടുക്കുന്ന പദ്ധതികളൊക്കെ വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് സാധിക്കുന്നതാണ്. പൊതു തെരഞ്ഞെടുപ്പിലും മറ്റും വിജയം നേടാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നതാണ്.
വളരെ കാലമായി വിൽപ്പനയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ ഭൂമി കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ദീർഘദൂര യാത്രകൾ ഫലം ചെയ്യുന്നതാണ്. ഭക്ഷ്യവിഷയും വിഷബാധയും സാംക്രമിക രോഗങ്ങളും ബാധിക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എഴുത്തുകാർക്കും കായിക താരങ്ങൾക്കും ഒട്ടനവധി അവസരങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാകുന്നതാണ്. പലപ്പോഴും സഹപ്രവർത്തകരിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിന് വിഷമമുണ്ടാക്കും. വർഷാവസാനത്തോടെ അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ദമ്പതികൾ തമ്മിൽ പലപ്പോഴും കലഹങ്ങൾ ഉണ്ടാവുകയും ബന്ധുജനങ്ങളുടെ വിയോഗം നേരിടേണ്ടി വരുന്നതുമാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കാനിട വരികയും തൊഴിൽ രംഗത്ത് പലതരത്തിലുമുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാവുകയും ചെയ്യും. പൂരണ നാളുകാരുടെ ഭാഗ്യദേവതകളായി പറയുന്നത് മഹാലക്ഷ്മിയും ദുർഗയുമാണ്. പൂരാട നാളുകാർ ചന്ദ്രൻ, രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി ദോഷങ്ങളില്ലാതായി ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നതാണ്. കൂടാതെ പൂരാടം, ഭരണി, പൂരം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതും ശുക്രനെയും മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും പൂജിക്കുന്നതും ദോഷങ്ങളെ അകറ്റുന്നതാണ്. അതുപോലെ തന്നെ രാശാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമ ജപം നടത്തുന്നതും ഉത്തമമായി പറയുന്നു.